ഹായ് എവരിവൺ. വളരെ പോപ്പുലറായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഡിഷാണ് അപ്പം. നമുക്കിന്ന് സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം തേങ്ങ ചേർക്കാതെ എങ്ങനെ തയ്യാറാക്കാം നോക്കാം. അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: പച്ചരി കുതിർക്കാൻ വയ്ക്കുക. 3-4 മണിക്കൂർ വെള്ളത്തിൽ കുതിർക്കാൻ വയ്ക്കുക. ഇത് നേരത്തെ തന്നെ കുതിർത്ത് വെച്ച പച്ചരിയാണ്. ഇതിൻ്റെ വെള്ളം ഡ്രെയിൻ ചെയ്തതിന് ശേഷം മാവ് തയ്യാറാക്കാം. മാവ് തയ്യാറാക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് ഈസ്റ്റ് ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കാം. അതിനായിട്ട് ചെറിയ ചൂടുവെള്ളത്തിലേക്ക് ഈസ്റ്റ് ചേർക്കുക. അതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർക്കാം. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. നമ്മൾ മാവ് തയ്യാറാക്കി കഴിയുമ്പോഴേക്കും ഈസ്റ്റ് നന്നായിട്ട് ഫെർമെൻറ്റഡായി നന്നായി പൊങ്ങി വരും. ഇനി മാവ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ബ്ലെൻഡറിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന പച്ചരി ചേർക്കുക. ഇത് നമുക്ക് 2 തവണയായിട്ടാണ് അരച്ചെടുക്കുന്നത്. പച്ചരിയുടെ പകുതി ചേർക്കുക. ഇനി ചോറ് ചേർക്കുക, പകുതി ചേർക്കുക. ആവശ്യത്തിന് വെള്ളം എപ്പോഴും അരിയുടെ തൊട്ട് മുകളിൽ നിൽക്കണം. ഇനി ഇത് 1/4 അരവാവുന്നത് വരെ ബ്ലെൻഡ് ചെയ്യുക. മാവ് 1/4 അരവായതിന് ശേഷം ഇതിനകത്തേക്ക് അവൽ ചേർക്കാം. കട്ടി കുറഞ്ഞ അവലാണ് ഉപയോഗിക്കുന്നത്. 1 പിടി അവൽ ചേർക്കുക. ഇനി ഇത് നന്നായിട്ട് അരച്ചെടുക്കുക. നമ്മൾ രണ്ടാമത്തെ ബാച്ച് മാവ് തയ്യാറാക്കുമ്പോഴും ഇതുപോലെ തന്നെ അവൽ ചേർക്കണം. ഈ മാവ് തയ്യാറായിട്ടുണ്ട്. സാധാരണ അപ്പത്തിൻ്റെ മാവിനേക്കാളും കുറച്ചും കൂടി തിക്കായിരിക്കും. ഇനി ബാക്കിയുള്ള മാവ് തയ്യാറാക്കുക. അരിയും ചോറും അവലും ചേർത്ത് തയ്യാറാക്കുക. ഇനി മാവിലേക്ക് ചേർക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കപ്പി കാച്ചണം. അതിനായിട്ട് 1 കപ്പ് വെള്ളത്തിലേക്ക് 3 ടേബിൾ സ്പൂൺ മാവ് ചേർക്കുക. ഇത് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഈ മാവ് നന്നായിട്ട് കുറുകി വരുന്നത് വരെ നമുക്ക് ഇളക്കാം. തീ എപ്പോഴും ചെറിയ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം കുറുക്കിയെടുക്കുക. നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. ഇതിന് തീ ഓഫ് ചെയ്യാം. ഇതിനെ നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് നമ്മൾ മാവിലേക്ക് ചേർക്കുന്നത്. ഇത് തണുക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇത് നമ്മൾ ഫെർമെൻറ്റ് ചെയ്യാൻ വെച്ച ഈസ്റ്റാണ്. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ കപ്പി കാച്ചിയതും നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇത് രണ്ടും നമുക്ക് മാവിലേക്ക് ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ മാവ് രണ്ടും ഞാൻ 2 പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് നമ്മൾ 12 മണിക്കൂർ ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കുമ്പോൾ നന്നായിട്ട് പൊങ്ങി വരും. അപ്പോൾ അതിന് കുറച്ച് സ്പേസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് 2 പാത്രത്തിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഇത് നമ്മൾ തലേദിവസം തയ്യാറാക്കി ഫെർമെൻറ്റ് ചെയ്യാൻ വെച്ച ബാറ്ററാണ്. ഇത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി അപ്പം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് മാവിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കുക. ഞാൻ ആ പകുതി മാവാണ് എടുത്തിട്ടുള്ളത്. അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ആവശ്യത്തിന് പഞ്ചസാര ചേർക്കുക. ഒരു 2 ടീസ്പൂൺ പഞ്ചസാര ഞാൻ ചേർത്തിട്ടുണ്ട്. പിന്നെ ബേക്കിംഗ് സോഡ, ഇതിൻ്റെ പകുതി മാവിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കുകയാണ്. ബേക്കിംഗ് സോഡ ആ സ്പൂണിലേക്ക് ചേർത്തതിന് ശേഷം ഒരല്പം വെള്ളം ചേർക്കുക. അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാവിലേക്ക് ചേർക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പത്തിനുള്ള മാവ് തയ്യാറായിട്ടുണ്ട്.
ഇതിന് നമുക്ക് ചുട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരപ്പച്ചട്ടി ചെറുതായി ഒന്ന് ചൂടാക്കുക. അതിലേക്ക് 2 സ്പൂൺ മാവ് ഒഴിക്കുക. അതിനുശേഷം നന്നായി ഒന്ന് ചുറ്റിച്ചെടുക്കാം. ഇത് ചെറിയ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കാണാം ആ പാനിൻ്റെ സൈഡിൽ നിന്നും അപ്പം ഇങ്ങനെ വിട്ട് വരും. അതാണ് അതിൻ്റെ പാകം. ഇതിപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. സെൻറ്ററിലൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. സൈഡ്സ് നല്ല ക്രിസ്പിയും ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കി മാവ് ചേർത്ത് നമുക്ക് അപ്പം തയ്യാറാക്കാം. തേങ്ങ ചേർക്കാതെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം നമുക്ക് തയ്യാറാക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.